ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു ചായക്കടിയാണ്. ആന്ധ്ര സ്റ്റൈലിലുള്ളൊരു ബോണ്ടയാണിത്. ഇഡ്ലി മാവ് വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. നമുക്ക് ചായ തിളപ്പിച്ചെടുക്കുന്ന സമയം കൊണ്ട് തന്നെ ഈ ഒരു ബോണ്ടയും തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഒരു ബോണ്ട എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 1.5 കപ്പ് അളവിൽ ഇഡ്ലി മാവാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം കട്ടിയുള്ള മാവ് വേണം നമ്മൾ എടുക്കാനായിട്ട്. ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ഇതിലേക്ക് ഓൾറെഡി ചേർത്ത് വെച്ചിട്ടുള്ള മാവാണിത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്കിതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ജീരകം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചിയാണ്. ഞാൻ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ട് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു പച്ചമുളക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരിപ്പൊടിയാണ്. അപ്പോൾ ഞാൻ 1 സ്പൂൺ അളവിൽ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ചേർത്ത് സവാളയ്ക്ക് ആവശ്യത്തിന് മാത്രം ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കയ്യിലെടുത്ത് ഒന്ന് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ പാകത്തിനുള്ളൊരു കട്ടിക്ക് വേണം കിട്ടേണ്ടത്. ഇനി നമുക്ക് കുറച്ചൊന്ന് ലൂസായിട്ടുള്ള പരുവത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ 1-2 സ്പൂൺ അളവിൽ അരിപ്പൊടി കൂടെ ഒന്ന് ചേർത്ത് ഈ ഒരു പരുവത്തിലൊന്ന് ആക്കി എടുത്താൽ മതിയാവും. നമുക്കിതുപോലെ കയ്യിലെടുത്ത് എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റണം. ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ മാവ് ഇരിക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് എണ്ണയൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മാവ് കുറേശ്ശെയായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള മാവൊക്കെ ഒന്ന് ഇട്ടതിന് ശേഷം ബോണ്ട ഇതുപോലെ നന്നായിട്ട് വീർത്തൊന്ന് പൊങ്ങി വരും. അതിനുശേഷം നമുക്കിതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇതുപോലെ നമ്മളൊന്ന് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ ബോണ്ടയും ഒരുപോലെ ഒന്ന് കളറായി ഒരുപോലെ ഒന്ന് വെന്ത് കിട്ടും. അതിലേക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ബോണ്ടയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ബോണ്ട പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ബോണ്ടയും ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള ആന്ധ്ര സ്റ്റൈൽ ബോണ്ട റെഡി ആയിട്ടുണ്ട്. പുറം ഭാഗം കുറച്ചൊന്ന് മുരുമുരാന്നും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബോണ്ടയാണ്. അപ്പോൾ ഇഡ്ലി മാവ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇന്ന് തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.